അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. തൻ്റെ മെൻഷനിലെ മുറ്റത്തെ കാട്ടിന് ചെടികൾക്ക് നനയ്ക്കുകയായിരുന്നു ഇന്ദ്രജിത്ത്. അവന് ഏറ്റവും സമാധാനം കിട്ടുന്ന നിമിഷങ്ങളാണതെല്ലാം. പ്രത്യേകിച്ച് ആ റോസ് ചെടികൾ പുതിയ മുട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവൻ്റെ മനസ്സിൽ നിറയും. അപ്പോഴാണ് അവൻ്റെ അമ്മ സുഭദ്ര അവിടേക്ക് വന്നത്. അമ്മയുടെ മുഖത്ത് പതിവില്ലാത്തൊരു തിളക്കം ഇന്ദ്രജിത്ത് ശ്രദ്ധിച്ചിരുന്നു. എന്താ അമ്മേ, ഇന്നൊരു മുഖത്ത് പ്രത്യേക സന്തോഷമുണ്ടല്ലോ. എന്താ വിശേഷം? ഹോസ് പൈപ്പ് താഴെ വെച്ച് ഇന്ദ്രജിത്ത് അമ്മയോടായി ചോദിച്ചു. അതൊക്കെയുണ്ട്. കാര്യം കേട്ടാൽ നീയും സന്തോഷിക്കും. സുഭദ്ര ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. അതാണോ അത്ര വലിയ കാര്യം? എന്താണെന്ന് ഞാനും ഒന്ന് കേൾക്കട്ടെ. ഇന്ദ്രജിത്ത് കൗതുകത്തോടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മ അവനെ പിടിച്ചിരുത്തി. മോനെ, നിന്നെ ഒരു പെണ്ണ് വേണ്ടെന്ന് വെച്ച് കരുതി നീ വിഷമിക്കേണ്ട. അവളേക്കാൾ 100 വട്ടം നല്ലൊരു തികഞ്ഞ കുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല തറവാടിത്തമുള്ള കുട്ടിയാണവൾ. അമ്മ ആവേശത്തോടെയാണ് പറയുന്നത്. പക്ഷെ ഇന്ദ്രജിത്തിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. കല്യാണമെന്ന് കേൾക്കുമ്പോഴും അവൻ ഇപ്പോഴും ഒരു തരം മടുപ്പാണ്. അമ്മേ, എന്തിനാ ഇത്ര ധൃതി? ആ പെണ്ണ് വേണ്ടെന്ന് വെച്ചിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതിനുള്ളിൽ അടുത്ത ആളെ നോക്കിയോ അമ്മ? അവൻ അല്പം നിരാശയോടെ ചോദിച്ചു. അതിനെന്താടാ, അവൾക്ക് നിന്റെ വില അറിയില്ല. ഈ കുട്ടിയുടെ പേര് സോതി എന്നാ. നല്ല സ്വഭാവം. സാമ്പത്തികമായി അവർ അല്പം പിന്നോട്ടാണെങ്കിലും നമുക്കതൊന്നും പ്രശ്നമല്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുട്ടികളുടെ ഗുണമല്ലേ നമ്മൾ നോക്കേണ്ടത്. നോക്ക് മോനെ, അവർക്ക് വലിയ താല്പര്യമാണ്. നിന്റെ കണ്ടീഷനൊന്നും അവർക്ക് പ്രശ്നമല്ല. നാളെ തന്നെ ഞാൻ ജോത്സ്യരെ കണ്ട് നല്ലൊരു ദിവസം നോക്കാൻ പോവുക. പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തണം. ഇതാണ് ആ കുട്ടിയുടെ ഫോട്ടോ. ഫോട്ടോ അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അവൻ മറുപടി പറയുന്നതിന് മുൻപേ സുഭദ്ര അകത്തേക്ക് നടന്നു. ഇന്ദ്രജിത്ത് ആ ഫോട്ടോയിലേക്ക് ഒന്ന് നീക്കു. എന്നാൽ മറ്റൊരിടത്ത് കാവേരി തൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ തിരക്കിലാണ്. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയാണ് അവൾ ക്ലാസ് തീരുമാനിച്ചത്. അവളുടെ കുഞ്ഞുമകൾ തനുശ്രീ അമ്മയെപ്പോലെ തന്നെ നൃത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ചുരിദാറുടുത്ത് ഷാൾ അരയിൽ മുറുക്കി കെട്ടി കാവേരി നൃത്തം ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന പൂർവിയാൻ ഈ ഡാൻസ് ക്ലാസ്സിനെല്ലാം എല്ലാവരോടും പറയുന്നതും കാവേരി ചേച്ചി നന്നായി പഠിപ്പിക്കും, ഫീസും കുറവാണ് എന്ന് പൂർവി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അപ്പോഴേക്കും അയച്ചിരുന്നു. ആ വാട്സപ്പ് പരസ്യം കണ്ടിട്ടാണ് യാമി കാവേരിയെ വിളിക്കുന്നത് തന്നെ. മാഡം, ഫീസ് എത്രയാകും? മാസം 500 രൂപയേ ഉള്ളൂ. കാവേരി പറഞ്ഞു. അയ്യോ, ഇത്ര കുറഞ്ഞ ഫീസോ? ഞാൻ തീർച്ചയായിട്ടും വരാം. യാമി സന്തോഷത്തോടെ ഫോൺ വെച്ചു. തൻ്റെ ചെറിയ വരുമാനത്തിൽ മക്കളെ വളർത്താൻ ശ്രമിക്കുന്ന കാവേരിക്ക് പുതിയ കുട്ടികൾ വരുന്നത് തന്നെ വലിയ ആശ്വാസമായിരുന്നു. അന്ന് വൈകുന്നേരം കാവേരി മക്കളെയും കൂട്ടി പുറത്തിറങ്ങിയതായിരുന്നു. റോഡിൻ്റെ ഒരു വശത്ത് നിൽക്കുകയായിരുന്ന അവൾ മകൾ തനുശ്രീയെ പെട്ടെന്ന് അമ്മയുടെ കൈ വിട്ട് റോഡിനപ്പുറത്തേക്ക് ഓടാൻ നോക്കി. മോളെ നിൽക്ക് തനുശ്രീ, കാവേരി പേടിയോടെ വിളിച്ചു. മകളുടെ അടുത്തേക്ക് ഓടിയ കാവേരി പാഞ്ഞു വന്ന ഒരു കാർ ഇടിച്ചു തെറിപ്പിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ കാവേരി ചോരിൽ കുളിച്ച് ബോധരഹിതയായി. ചുറ്റും ആളുകൾ കൂടി. കാർ ഡ്രൈവറിൽ വന്ന് ആളുകളോട് തിരക്കാൻ തുടങ്ങി. ആരും അവളെ ആശുപത്രിയിൽ എത്തിക്കാൻ മുതിർന്നില്ല. എല്ലാവരും ആംബുലൻസിനായി കാത്തുനിന്നു. കുഞ്ഞ് തനുശ്രീ അമ്മയുടെ അരികിലിരുന്ന് അലറി കരയുന്നുണ്ടായിരുന്നു. അതേസമയം ആ വഴി വരികയായിരുന്നു ഇന്ദ്രജിത്ത്. വലിയൊരു ട്രാഫിക് ബ്ലോക്കും കണ്ടു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവൻ കാറിൽ നിന്നിറങ്ങി. ആളുകളെ വകഞ്ഞു മാറ്റി അവൻ മുന്നിലേക്ക് ചെന്നു. റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന കാവേരിയെയും അവളുടെ അരികിൽ കരയുന്ന ആ കുഞ്ഞിനെയും കണ്ടതും ഇന്ദ്രജിത്തിന്റെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. കാവേരിക്ക് തന്നിലേക്ക് തിരിച്ച ഇന്ദ്രജിത്ത് അവളുടെ അവസ്ഥ കണ്ട് ഒരു നിമിഷം തകർന്നുപോയി. മുഖമെല്ലാം രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അവൻ വിറക്കുന്ന കൈകളോടെ അവളുടെ മൂക്കിനടുത്ത് വിരലുകൾ വെച്ചു നോക്കി. ശ്വസിക്കുന്നുണ്ടോ എന്ന്. അവൾ വളരെ പതുക്കെ ശ്വാസമെടുക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ ഇന്ദ്രജിത്ത് അവളെ കൈകളിൽ കോരിയെടുത്ത് കാറിന്റെ പിൻസീറ്റിൽ കിടത്തി. കൂടെയുണ്ടായിരുന്ന ആ കുഞ്ഞു മാലാഖ ധനുഷ് എപ്പോഴും നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് ആ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ അരികിലെത്തി ആശുപത്രിയിലേക്ക് വെച്ചു പിടിച്ചു. കരയില്ല മോളെ, നമ്മൾ ആശുപത്രി പോകുമല്ലേ, അമ്മക്കൊന്നും സംഭവിക്കില്ല. അമ്മ വേഗം സുഖമായി വരും. എന്നിട്ട് മോളോട് സംസാരിക്കാം കേട്ടോ. അവൻ തനുശ്രീയെ ആശ്രയിപ്പിച്ചു. അവൻ തനുശ്രീയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ കുഞ്ഞ് വിതുമ്പി കൊണ്ട് പറഞ്ഞു. എനിക്ക് അമ്മ വേണം. അമ്മ സംസാരിക്കുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇന്ദ്രജിത്തിന്റെ ചങ്ക് പൊള്ളിച്ചു. അവൻ കാറിന്റെ വേഗത കൂട്ടി.
ആശുപത്രിയിലെത്തിയതും അവൻ കാവേരിയെ എടുത്ത് ഉള്ളിലേക്ക് ഓടി. സ്ട്രെച്ചർ പ്ലീസ്. അവൻ നിലവിളി കേട്ട് നഴ്സുമാർ ഓടിയെത്തി കാവേരി സ്ട്രെച്ചറിൽ കിടത്തി എമർജൻസി വാർഡിലേക്ക് മാറ്റി. ധനുശ്രീ അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല. ഇന്ദ്രജിത്ത് അവളെ ചേർത്ത് പിടിച്ചു. മോളെ, നീ ഇങ്ങനെ കരഞ്ഞാൽ ഡോക്ടർ അമ്മയെ ചികിത്സിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് സുഖമാവില്ല. അമ്മക്ക് സുഖമാണോ വേണ്ടയോ? വേണം, അമ്മക്ക് സുഖമാവണം, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ മോൾ നല്ല കുട്ടിയായി കരയാതിരിക്കണം. നോക്കൂ, നീ ഒരു കുട്ടികളല്ലേ. അവൻ ആ കുഞ്ഞിനെ തോളിൽ ചായച്ചു. അവൻ്റെ മനസ്സ് ആ സമയം വിങ്ങുകയായിരുന്നു. ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എത്രമാത്രം കഠിനമാണ്. ഇങ്ങനെയൊരു അവസ്ഥയിൽ കൂടെ നിൽക്കാൻ ബന്ധുക്കളെങ്കിലും ആരെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു അവൻ ഓർത്തു. ഹോസ്പിറ്റൽ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ അവൻ അവളുടെ പേര് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പ്രായവും മറ്റും അവൻ ഏകദേശ കണക്കിൽ എഴുതി ചേർത്തു. അവളുടെ കഴുത്തിൽ നിന്ന് അയച്ചെടുത്ത താലിയും കമ്മലും നേഴ്സ് ഇന്ദ്രജിത്തിനെ ഏൽപ്പിച്ചു. നിങ്ങളുടെ ഭാര്യയുടെ സാധനങ്ങളാണ് ഇതെല്ലാം, സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് നേഴ്സ് പറഞ്ഞപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയല്ല എന്ന് തിരുത്താൻ പോകുന്ന സാഹചര്യമല്ലായിരുന്നു അവൻ്റേത്. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഭാഗ്യത്തിന് നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചു. തലയ്ക്ക് നല്ല പരിക്കുണ്ട്, ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ അപകടാവസ്ഥ തരണം ചെയ്തു, പക്ഷെ ബോധം വരാൻ സമയമെടുക്കും. ഇന്ദ്രജിത്ത് ഒരു ദീർഘശ്വാസം വിട്ടു. അവൻ തൻ്റെ സഹോദരി യാമിയെ ഫോണിൽ വിളിച്ചു. യാമി, നീ വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. വരുമ്പോൾ ഒരു 3 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സും നീ വാങ്ങണം. പെട്ടെന്ന് തന്നെ നീ വരണം. 15 മിനിറ്റിനുള്ളിൽ യാമി എത്തി. ഇന്ദ്രജിത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ആ റോഡരികൾ കണ്ട അതേ കുഞ്ഞാണിത്. അവളുടെ അമ്മക്കാണ് അപകടം പറ്റിയത്. ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് ആ കുഞ്ഞിനെയും കുളിപ്പിച്ച് വരാം. അതുവരെ നീ ഇവിടെ നോക്കണം. അവൾക്ക് ബോധം വന്നാൽ ഉടനെ എന്നെ വിളിക്കുകയും വേണം. അബോധാവസ്ഥയിൽ കിടക്കുന്ന കാവേരി ഒരു നിമിഷം നോക്കി നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആകർഷണം ഇന്ദ്രജിത്തിന് അവളോട് തോന്നി. പെട്ടെന്ന് തന്നെ അവൻ മനസ്സിനെ നിയന്ത്രിച്ചു. താൻ എന്താണോ ചെയ്യുന്നത് അതെല്ലാം തെറ്റാണ്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഒരാളെക്കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് സ്വയം തിരുത്തിക്കൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. മുന്നിലെ റോഡിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോഴും ഇന്ദ്രജിത്തിൻ്റെ ഉള്ളിൽ ആകെ അസ്വസ്ഥതയായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ തളർന്നിരിക്കുന്ന തനുമോളെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ നേരെ പോയത് തൻ്റെ വലിയ ബംഗ്ലാവിലേക്കായിരുന്നില്ല, മറിച്ച് നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കുന്ന അവൻ്റെ ആ പഴയ പടുകൂറ്റൻ ബംഗ്ലാവിലേക്കാണ്. അവിടെയാകുമ്പോൾ ആരും അവരെ ശല്യം ചെയ്യുകയുമില്ല. കാർ നിന്നതും തനുമോൾ മെല്ലെ കണ്ണു തുറന്നു. കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾ വീർത്ത് ചുവന്നിരിക്കുന്നു. മുഖമാകെ വാടി തളർന്നിരിക്കുന്നു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന് സഹിക്കാനായില്ല. തനുക്കുട്ടി, എഴുന്നേൽക്ക് മോളെ, നമ്മളെത്തി. അവൻ വാതിൽ തുറന്ന് അവളെ കൈകളിലേക്ക് കോരിയെടുത്തു. ആ കൊച്ചു ശരീരം അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ചുറ്റുമുള്ള വലിയ തൂണുകളും വർണ്ണാഭമായ ചുവരുകളും കണ്ട് അതിശയത്തോടെ കണ്ണുകൾ വിടർത്തി നോക്കുകയാണ് ധനുശ്രീ. ഇതാരുടെ വീടാ എന്നൊരു ഭാവമായിരുന്നു ആ കുഞ്ഞുമുഖത്ത്. അവളുടെ നോട്ടം കണ്ടപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, എന്താ വാവേ ഇങ്ങനെ നോക്കുന്നത്? ഇത് എൻ്റെ വീടാണ്, ഇനി നിൻ്റെയോ? അവൻ അവളെയും എടുത്തുകൊണ്ട് തൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. ഷർട്ടിലെ രക്തക്കറകൾ കാണുമ്പോൾ അവന് അസ്വസ്ഥത തോന്നി. എത്രയും വേഗം അതൊന്ന് മാറ്റിയില്ലെങ്കിൽ കുഞ്ഞ് പേടിക്കുമെന്ന് അവനും കരുതി. മുറിയിലെ ഉടനെ അവൻ തനു നിലത്തിറക്കി തൻ്റെ ഷർട്ട് വേഗത്തിൽ അയച്ച് വാഷിംഗ് മെഷീനിലേക്ക് എറിഞ്ഞു. അവൻ കുനിഞ്ഞ് തനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ വല്ലാതെ വിയർത്തു പോയല്ലോ കുഞ്ഞെ, വാ, ഇന്ന് നിന്നെ അങ്കിൾ തന്നെ കുളിപ്പിച്ച് തരാം. ബാത്റൂമിലെത്തിയപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർത്തത്. താൻ ഉപയോഗിക്കുന്ന കടുപ്പമേറിയ സോപ്പ് ഈ കുഞ്ഞിന് പറ്റുമോ? ഒരിക്കലുമില്ല. റോസാപ്പൂവിതൾ പോലെ മൃദുവായ അവളുടെ ചർമ്മത്തിന് തൻ്റെ പരുക്കൻ സോപ്പ് തേക്കുന്നത് അവൻ ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ അവളെ വളരെ ജാഗ്രതയോടെ ബാത്ത് ടബിലിരുത്തി. തനുക്കുട്ടി, ഇവിടെ ഇരിക്കണം കേട്ടോ, അങ്കിൾ ഇപ്പോൾ വരാം, 2 മിനിറ്റ് അവിടെ നിന്ന് മാറരുത് കേട്ടോ. അവൻ വേഗം പുറത്തേക്കോടി. കാർട്ടനിൽ ജോലി ചെയ്തിരുന്ന ആളെ ഉറക്കെ വിളിച്ചു, വേഗം പോയി നല്ലൊരു ബേബി സോപ്പും ഷാമ്പുവും വാങ്ങി വരൂ. കുറച്ച് പണം അയാളുടെ കയ്യിൽ തിരുക്കി കൊടുത്ത് അവൻ തിടുക്കം കൂട്ടി. ഇന്ദ്രജിത്തിൻ്റെ വെപ്രാളം കണ്ട് അയാളൊന്ന് അമ്പരന്നെങ്കിലും വേഗം തന്നെ പുറത്തേക്കോടി. കുഞ്ഞിനെ തനിയെ വിട്ടതിൻ്റെ ആദിയായിരുന്നു അവനിൽ. ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നി അവന്.
5 മിനിറ്റിന് ശേഷം അവൻ തിരികെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവൻ്റെ ഹൃദയം നിറക്കുന്നതാണ്. പേടിക്കുമെന്ന് കരുതി തനുമോൾ വെള്ളത്തിൽ കൈകൾ അടിച്ചു കളിച്ച് ചിരിക്കുന്നു. ആ കുഞ്ഞു ചിരി കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന്റെ മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി. മതി കളിച്ചത്, ഇനി നമുക്ക് കുളിക്കാം വാ. അവൻ അവളെ ബാത്ത് ടബിൽ നിന്നും മെല്ലെ കോരിയെടുത്തു. ഇനിയും വേണം പ്ലീസ്. വെള്ളം തെറിപ്പിക്കണമെന്ന വാശിയോടെ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ ഇനി പിന്നെയാവും. നമുക്ക് വേഗം കുളിച്ച് അമ്മയെ കാണാൻ പോകണ്ടേ? അമ്മയുടെ പേര് കേട്ടപ്പോൾ അവളൊന്ന് അടങ്ങി. ഇന്ദ്രജിത്ത് പതുക്കെ അവളുടെ തലയിലൂടെ വെള്ളമൊഴിച്ചു. അമ്മയുടെ സാമീപ്യമില്ലാതെ ആദ്യമായി മറ്റൊരാളുടെ കൈകളിൽ നിന്ന് ആ കൊച്ചു തനു കുളിക്കുകയാണ്. വരും കാലങ്ങളിൽ തൻ്റെ ജീവന്റെ പാതിയായി മാറാൻ പോകുന്ന ആ കുഞ്ഞിനെ അത്രമേൽ കരുതലോടെ ഇന്ദ്രജിത്ത് ചേർത്ത് പിടിച്ചു.